കടലിനടിയിലെ കപ്പലുകൾ തേടിയുള്ള യാത്രയിൽ ഇന്ന് ഞങ്ങൾ ഡൈവ് ചെയ്യാൻ പോകുന്ന മറ്റൊരു രാജ്യത്താണ്. സമയം ഏകദേശം 4:20 ദുബായിൽ. ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ പുന്നാരക്കുട്ടൻ ടുണ്ട്ര അവനുമായിട്ട് ഞങ്ങൾ ഒമാൻ യാത്രയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ളൊരു ഡൈവാണ്. ഒമാൻ എന്ന് പറയുന്ന ഡൈവർമാരുടെ ഒരു ഞങ്ങൾ ഡൈവേഴ്സ് ഒമാനെ കുറിച്ച് പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ മാൽദീവ് എന്നുള്ളതാണ്. ഒമാൻ വളരെ ബെസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഡൈവ് ചെയ്യാൻ. നിങ്ങൾ ഡൈവർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റ് ദുബായ് വരുവാണെന്നുണ്ടെങ്കിൽ ഒമാനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള വർക്കുകൾ എക്സ്പ്ലോർ ചെയ്യണം. വളരെ മനോഹരമാണ്. ഞങ്ങളിന്ന് പ്ലാൻ ചെയ്യുന്നത് 3 ഡൈവാണ്. റോഡ് മാർഗം ഒമാനിൽ പോയിട്ട് ഞങ്ങൾക്ക് 2 ഗസ്റ്റ് ഉണ്ട്. അവരോട് കൂട്ടി ഞങ്ങളുടെ സ്റ്റാഫുമായിട്ട് ഇന്നൊരു അടിപൊളി ഡൈവ് ചെയ്യാൻ പോവുകയാണ്. മറ്റൊരു വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഒമാനിൽ E-foil ട്രൈ ചെയ്യാൻ പോവുകയാണ്. അറിയില്ല എമിഗ്രേഷൻ സ്റ്റോപ്പ് ചെയ്യുമെന്ന് അറിയില്ല, എങ്കിലും ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാണ്. നമ്മുടെ അക്കാഡമിന്റെ അടിപൊളി ഇൻസ്ട്രക്ടർ ആണ് നമ്മുടെ ആദി ചെറുക്കൻ. ആദി എങ്ങോട്ടാണ് ഇന്ന്? ഓ മൈ ഗാഡ്, ഒമാൻ. ഞങ്ങളുടെ അടുത്ത മുത്തുമണിയാണിത്. നിസാമുദ്ദീൻ ഞങ്ങളുടെ ഡൈവ് മാസ്റ്റർ ആണ്, അടിപൊളി ഡൈവറാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഓൺ ദ വേ കാണാം. ബൈ. എന്താ സ്കൂളില്ല നിനക്ക്? സ്കൂൾ വേണ്ട, ഡൈവ് മതി. ഓക്കെ, വെരി ഗുഡ്. നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. അങ്ങനെ നമ്മുടെ 2 മണിക്കൂറത്തെ ഡ്രൈവിന് ശേഷം ബോർഡറിലേക്ക് എത്തുകയാണ്. ഡ്രൈവിങ് നല്ല സുഖമായിരുന്നു. എല്ലാവരും ഇറങ്ങി, ഞാൻ മാത്രം ഇറങ്ങി. ഗൈസ്, അങ്ങനെ നമ്മൾ ഇമിഗ്രേഷൻ ബോർഡർ കഴിഞ്ഞു. ഇപ്പോൾ ഒമാനിലേക്ക് കടന്നു. ഒമാനിൽ അവർ വളരെ സിമ്പിളായിരുന്നു, ഒന്നും ചോദിച്ചില്ല. E-foil ചെക്ക് ചെയ്യുന്ന ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അവരൊന്നും ചോദിച്ചില്ല. ഭാഗ്യം. അപ്പൊ നമുക്കിനി കടലിൽ കാണാം. ക്യാപ്റ്റൻ നിസാമുദ്ദീൻ, ഹലോ ബഡീസ്. അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ നമ്മൾ E-foil ഒമാനി കൊണ്ടുവന്നു. ആദ്യമായിട്ടാണ് ഒമാനിൽ നമ്മൾ E-foil റൈഡ് ചെയ്യാൻ പോകുന്നത്. നാട്ടിൽ സീ പ്ലെയിനിന്റെ വലിയ ചർച്ച നടക്കുന്ന ഈ സമയത്ത് ഞാനങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഇവിടെയുള്ള ഗവൺമെന്റ് ടൂറിസത്തെയും വാട്ടർ സ്പോർട്സിനെയൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ സീ പ്ലെയിൻ വരുന്നതിന് എന്തെല്ലാം ചർച്ചകളാണ്. എല്ലാം വോട്ട് ബാങ്കിനെ അടിസ്ഥാനമാക്കിയാണെങ്കിലും ഈ രാജ്യത്തെ ഈ ടൂറിസ്റ്റുകളോടും അല്ലെങ്കിൽ ഇതുപോലെയുള്ള വാട്ടർ സ്പോർട്സിനെയൊക്കെ എൻകറേജ് ചെയ്യുന്ന അവർ മിടുക്കന്മാരാണ്. അങ്ങനെ നമുക്ക് നല്ലൊരു റൈഡ് ഒമാനിൽ നമുക്ക് E-foil പ്രതീക്ഷിക്കാം. This is Mr. Tom and his family from the UK. They are passionate about underwater diving and often travel around the world to explore different dive sites. They are a beautiful couple. Their main hobby is diving. They are diving around the world today, so they will join with us. Anyway, see you in the ocean. Now hold the tank and lift up. If it is looser, yeah, not loose. No. If it is loose, it will come out. Yeah. Okay. Now take your regulator. ഫസ്റ്റ് ഡൈവ് ചെയ്യാൻ പോകുന്നത് കേവ് എന്ന് പറയുന്ന ഒരു ഡൈവ് ലൊക്കേഷനാണ്. ഇവിടെ ഒരു ചെറിയൊരു കേവ് ഉണ്ട്, ഏകദേശം 13 മീറ്റർ ഡെപ്ത് ഉണ്ട്. ഇവിടെ ചെറിയൊരു കേവ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഡൈവേഴ്സ് എല്ലാം വരും കേവിനകത്തോട്ട് എൻട്രി ചെയ്യുന്നതിനൊക്കെ അവർക്ക് ക്ലാസ്ട്രോഫോബിയ ഉള്ളതുകൊണ്ട്. പക്ഷേ എങ്കിലും ചിലർ കേവിനകത്തോട്ട് എൻട്രി ചെയ്യും. മാക്സിമം ഫോട്ടോസ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. വളരെ മനോഹരമാണ്. വെള്ളം നല്ല ശാന്തമാണ്. ചെറിയൊരു കറണ്ട് ഉണ്ട്. വിസിബിലിറ്റി ഏകദേശം ഒരു 9 മീറ്ററിൽ വിസിബിലിറ്റി ഉണ്ട്. എനിവേ, സീ അണ്ടർ വാട്ടർ. Good. Okay.
ഞങ്ങളുടെ കേവ് ഡൈവ് കഴിഞ്ഞു. പക്ഷെ കേവിനകത്ത് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് ചിലർക്ക് ക്ലസ്ട്രോഫോബിയ ഉണ്ട്. റിസ്ക് എടുക്കുക. പക്ഷെ വി ഡിഡ് എ വെരി ഗുഡ് ഡൈവ്. സൂപ്പർ ഗുഡ്. ഇവനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ. സ്കൂളിലൊന്നും പോയിട്ടില്ല. ഡൈവാണ്. Hey Tom, how was your first dive? Nice. Mom. ഇതാണ് നമ്മളെ ലിമാർ റോക്ക് എന്ന് പറയുന്ന സ്ഥലം. ഒമാനിലെ നല്ലൊരു ഡൈവ് ലൊക്കേഷൻ ആണ് ലിമാർ റോക്ക്. ഏകദേശം 20-25 മീറ്റർ ഡെപ്ത് ഉണ്ട്. വീൽ ഷാർക്കൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അതുപോലെ ലയൺ ഫിഷ്, നല്ല വലിയ ആമ, നല്ലൊരു ഡൈവ് ലൊക്കേഷൻ ആണ്. ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഈ റോക്ക് റൈറ്റ് സൈഡിൽ പിടിച്ചുകൊണ്ട് റൈറ്റ് സൈഡിലാക്കിക്കൊണ്ട് മാക്സിമം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. എനിവേ കാണാൻ പറ്റുന്നത്. Get married and you Come on. Fishy only one? Yeah, he bites me. Hey, fishy. Is it okay? Yeah. ചെമ്മീനിട്ടോ? Kolala. Hey, come on, Yeah, dear, yeah, come yeah. on, dear. Okay, are you Can I happy? throw here? Very happy. Catching fish. ഒമാൻ ട്രിപ്പ് ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ വളരെ മനോഹരമായിരുന്നു. 3 ഡൈവും വളരെ സക്സസ് ആയിരുന്നു. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒമാനിൽ ആദ്യമായിട്ട് E-foil ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അത് ഭയങ്കര ഒരു ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ലതായിരുന്നു. ഒമാനിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറഞ്ഞത് ആ പാറക്കെട്ടുകളുടെ ഇടയിൽ നിൽക്കുന്ന ആ കടൽ ഭയങ്കര മനോഹരമാണ്. ഭയങ്കര ഒരു വൈബാണ്. രണ്ടാമത്തെ എന്നെ പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് രണ്ടാമത്തെ ഡൈവായിരുന്നു. ഒരു ഹൊറർ മൂവി കാണുന്ന പോലെയുള്ളൊരു ഫീലായിരുന്നു. ഞാൻ ഒരുപാട് അവിടെ ഡൈവ് ചെയ്തിട്ടുണ്ട്. അന്യായമാണ് പറഞ്ഞാൽ. ചില സ്ഥലത്ത് ഭയങ്കര ഡാർക്ക്നെസ്, ചില സ്ഥലത്ത് കേവ്, അതിനിടയിൽ കൂടെ കാണുന്ന മത്സ്യങ്ങൾ ഭയങ്കരമാണ്. ഒരു റിയലി ഒരു ഹൊറർ മൂവി കാണുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. എല്ലാവർക്കും ഞാൻ എൻ്റെ കസ്റ്റമറോട് ചോദിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞത് സെക്കൻഡ് ഡൈവാണ് പെർഫെക്റ്റ്. ഭയങ്കര അവസാനം ഞങ്ങൾക്കൊരു ചെറിയ സിനാരിയോ ഉണ്ട്. കാര്യം ഞങ്ങളുടെ 2 ഗസ്റ്റ് കറണ്ടിനകത്ത് പെട്ടു. അവരിച്ചിരി ഭയപ്പെട്ടു. എങ്കിലും ഞങ്ങൾ ഇൻസ്ട്രക്ടർമാർ അവരെ നല്ല രീതിയിൽ ആശ്വസിപ്പിച്ചു, റെസ്ക്യൂ ചെയ്തു. എങ്കിലും എവറിത്തിങ് വാസ് പെർഫെക്റ്റ്. ഷിപ്പ്രക്ക് അത്ര ഡീപ്പിലല്ലായിരുന്നു. ഒരു 16-17 മീറ്ററിലാണ് ഈ ഷിപ്പ്രക്ക് കിടക്കുന്നത്. ഭയങ്കര ഒരു ഹ്യൂജ് ഷിപ്പ്രക്കാണ്. പക്ഷേ അത്ര ഞങ്ങൾ ഉദ്ദേശിച്ചത്രയും മറൈൻ ലൈഫ് അവിടെ ഇന്ന് കാണാൻ പറ്റില്ല. പക്ഷെ ചിലപ്പോഴും ഡൈവ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല മറൈൻ ലൈഫ് അവിടെ കാണാറുണ്ട്. നിങ്ങൾ ദുബായ് വന്നാൽ അല്ലെങ്കിൽ ഒമാനി വന്നാൽ ഈ മനോഹരമായ കാഴ്ച നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. ജീവിതത്തിൽ ഏറ്റവും ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാണ് ഒമാനിലെ സ്കൂബ ഡൈവിംഗ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഡൈവ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ നിങ്ങളൊരു ഡൈവർ ആണെന്നുണ്ടെങ്കിൽ ഒമാനിൽ ഡൈവ് ചെയ്തിരിക്കണം. അത്രയ്ക്ക് ഭംഗിയുള്ളതാണ് ഡൈവിങ്. ഞങ്ങൾ ഓക്കെ ഡൈവ് എല്ലാ ആഴ്ചയിലും ഞങ്ങൾ ഒമാൻ ട്രിപ്പ് ചെയ്യുന്നുണ്ട്. സ്കൂബ ഡൈവിങ്, ഫ്രീ ഡൈവിങ്, അതുപോലെ E-foiling, ഡൈവിങ് ഏത് കോഴ്സ് പഠിക്കാനാണെങ്കിലും ഞങ്ങൾ അടിപൊളി ഇൻസ്ട്രക്ടർമാരാണ്. നിങ്ങളെ നല്ലൊരു പ്രൊഫഷണൽ ലെവലിലേക്കൊക്കെ ഞങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. സ്റ്റേ ട്യൂൺ. മറ്റൊരു രാജ്യത്ത് മറ്റൊരു ഡൈവുമായിട്ട് വീണ്ടും കാണാം.